അഞ്ചരക്കണ്ടി സ്വാശ്രയ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി RL നിതിൻ രാജ് ആത്മഹത്യ ചെയ്യാനിടയായ കേസിലെ മുഖ്യപ്രതി ഡോക്ടർ MK റാമിനെ കോളേജിൽ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ നാടകീയ രംഗങ്ങളാണ് ഉണ്ടായത്. പോലീസ് ജീപ്പിന് അടുത്തെത്തിയ ചില വിദ്യാർത്ഥിനികൾ സോറി സാർ എന്നു പറഞ്ഞ് കരയുകയായിരുന്നു. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം മുന്നിൽ കണ്ട് ശക്തമായ പോലീസ് സന്നാഹമാണ് കോളേജിൽ വിന്യസിച്ചിരുന്നത്. നിതിൻ രാജിന്റെ വിയോഗം ഇന്നും ഈ കലാലയത്തിനൊരു തീരാ കളങ്കമായി നിലനിൽക്കുകയാണ്. റിമാൻഡിലായിരുന്ന ഡോക്ടർ റാമിനെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി M. മനോജ് ജൂലൈ 27-നാണ് 5 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടത്. കർണാടകയിലും ആന്ധ്രയിലും അടക്കം തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ടെന്ന ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. കേസന്വേഷണം പുരോഗമിക്കുമ്പോൾ റാമിന്റെ തുളിച്ചേരിയിലെ വീട്ടിൽ നിന്നും നിതിൻ രാജ് മരിച്ച സമയത്ത് ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഫോൺ കണ്ടെടുത്തത് നിർണായക വഴിത്തിരിവായി. ഈ ഫോൺ ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് റാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഈ മാസം 20-നാണ് ക്രൈംബ്രാഞ്ച് സംഘം റാമിനെ അറസ്റ്റ് ചെയ്തത്. കീഴടങ്ങാൻ വരുന്നതിനിടെ കൊടകിൽ നിന്നാണ് പിടികൂടിയത്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയെങ്കിലും നടപടിക്രമങ്ങൾ പാലിച്ചല്ല അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് റാമിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഇതോടെ അറസ്റ്റ് റദ്ദാക്കിയ കോടതി റാമിനെ വിട്ടയച്ചു. വീണ്ടും റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിന് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചു. വ്യാഴാഴ്ചയാണ് കോടതി അനുമതി നൽകിയത്. എന്നാൽ കോടതിയിൽ നിന്ന് അനുമതി ലഭിക്കുന്നതിന് മുമ്പ് റാം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായിരുന്നു. റാമിനെ ആദ്യം അറസ്റ്റ് ചെയ്തെങ്കിലും കോടതി വിട്ടയച്ചതിൽ കണ്ണൂർ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തലുണ്ടായി. ഇതിന് പിന്നാലെ കേസന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ മാറ്റി ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന് ചുമതല നൽകി. മലപ്പുറം ക്രൈംബ്രാഞ്ച് SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ പുതിയ സംഘമാണ് നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴാണ് ഇത്തരത്തിൽ റാമിനെ കണ്ട് വിദ്യാർത്ഥികൾ കരഞ്ഞിരിക്കുന്നത്. അതേസമയം നാടകീയമായ സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു കോളേജിന്റെ ഭാഗത്ത് ഉണ്ടായത്. സോറി സാർ എന്ന് പറഞ്ഞായിരുന്നു കുട്ടികൾ കരഞ്ഞത്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ശക്തമായ ഒരു പോലീസ് സന്നാഹമായിരുന്നു കോളേജിൽ ഉണ്ടായിരുന്നത്. എന്തായാലും നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. 5 ദിവസത്തേക്ക് പിന്നീട് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. മരണത്തിന് ശേഷം ഇദ്ദേഹം ഒളിവിൽ പോയതായിരുന്നു. പിന്നീടാണ് ക്രൈംബ്രാഞ്ചിന്റെ സംഘം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. കേസന്വേഷണം പുരോഗമിക്കുമ്പോൾ റാമിന്റെ തുളിച്ചേരിയിലെ വീട്ടിൽ നിന്നും നിതിൻ രാജ് മരിച്ച സമയത്ത് ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഫോൺ കണ്ടെടുത്തത് കേസിൽ വലിയ വഴിത്തിരിവായി മാറുകയായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്തായാലും കൂടുതൽ തെളിവെടുപ്പുകൾ ഇനി വരുന്ന ദിവസങ്ങളിലും ഉണ്ടാകും.